ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ യാത്ര എന്ന് പറഞ്ഞിട്ട് വയനാട് ജില്ലയിലെ അമ്പലവയൽ എന്ന സ്ഥലത്ത് ചീങ്ങേരി മല എന്ന് പറഞ്ഞൊരു മലയുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇപ്രാവശ്യം നമ്മൾ ട്രെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രെക്കിങ്ങിന് പോയി നോക്കാം. കാണുന്ന കേട്ടോ നമ്മുടെ ചീങ്ങേരി മലയിലേക്കുള്ള വഴിയാണ്. ഇതാ ദൂരെ കാണുന്നുണ്ടല്ലോ, എത്രത്തോളം വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്നറിയില്ല. ഇതാ ദൂരെ കാണുന്നുണ്ട്, ആൾക്കാർ നല്ല റോപ്പിലൂടെയൊക്കെ കയറി പോകുന്നുണ്ട്. ഓക്കെ, ഇതാ ദൂരെ കാണുന്നതാണ് നമ്മുടെ ചീങ്ങേരി മല. ഓക്കെ, എന്താ ചീങ്ങേരി മലയിലേക്കുള്ള വഴികളാണ് ഇതായി കാണുന്നത്. അപ്പോൾ നമുക്ക് ചീങ്ങേരി മലയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ചീങ്ങേരി മലയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൺറൈസും സൺസെറ്റുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലപോലെ കയറ്റം കയറി പോകാനുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഫാൻറ്റൻ റോക്ക്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അമ്പലവയൽ ഫ്ലവർ ഷോ. അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്താണ് നമ്മുടെ ചീങ്ങേരി മലയുള്ളത്. അപ്പോൾ ഈ വയനാട് സന്ദർശിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് കയറി ഇറങ്ങേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നല്ല കിതപ്പുണ്ട്, നല്ല കുത്തനെയുള്ള മലയാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചീങ്ങേരി മല ട്രെക്കിങ്ങിന് പോകുന്ന ഇടയ്ക്കുള്ള നമുക്ക് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടൊരു സ്ഥലമാണ് കേട്ടോ അത്. നല്ല നാച്ചുറലായിട്ട് പുല്ലൊക്കെ വേഞ്ഞ് നല്ല അടിപൊളി ഒരു സ്ഥലം. ഓക്കെ, അപ്പോൾ ട്രക്കിങ്ങിനിടയിൽ വന്ന ക്ഷീണമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കയറി ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് യാത്ര തുടരാം. ഓക്കെ, നമ്മൾ ചീങ്ങേരി മലയിലെ ഒരു കാൽ ഭാഗത്തെത്തിയിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ കണ്ടൊരു വ്യൂ ആട്ടോ അത്. ഓക്കെ, ഇതൊക്കെയാണ് ചീങ്ങേരി മലയിൽ പോകുന്ന വഴിക്കിടയ്ക്കുള്ള കാഴ്ചകൾ. ഓക്കെ, ഏകദേശം നമുക്കൊരു 2 കിലോമീറ്ററോളം മാത്രമേ ഉള്ളൂ ട്രെക്കിംഗ്. സോഫ്റ്റ് ട്രെക്കിംഗ് ആണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 രൂപയാണ് ട്രെക്കിംഗ് ഫീസ്. ഗൈഡോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ ഈ വഴിയിലൂടെ അങ്ങ് പോകണം. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളോ അങ്ങനെ ഒന്നും പേടിക്കാനില്ല. ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് കയറാവുന്ന ഒരു ട്രെക്കിംഗ് സ്പോട്ടാണ്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നടന്ന് ഏകദേശം ചീങ്ങേരി മലയുടെ ഏകദേശം നടുഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ കണ്ടത് ദൂരെ ഇതാ കണ്ടില്ലേ, അതിലൂടെ നമ്മുടെ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാർ കയറി പോകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആ വഴി കേട്ടോ, അതിലാണ് നമ്മുടെ ആളുകളെല്ലാം ട്രക്കിങ്ങിൽ കയറിലൊക്കെ പിടിച്ച്, കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്ന കയറിലൊക്കെ പിടിച്ച് ഇങ്ങനെ കയറി പോകുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം വ്യക്തമായിട്ട് ഇതിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇത് കണ്ടില്ലേ, ആണ് ലൈന്. ഈ കയറ് പിടിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് അങ്ങനെ കയറി പോകുന്നത്. ഓക്കെ, നമുക്ക് പയ്യെ അങ്ങനെ കയറിപ്പോയി നോക്കാം. അപ്പോൾ താഴത്തുനിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു സോഫ്റ്റ് ട്രക്കിംഗ് ആണെന്ന്. ഇത് സോഫ്റ്റ് ട്രക്കിംഗ് അല്ല, അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു ട്രക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് പോയി നോക്കാം എത്രത്തോളം ഹാർഡാണെന്ന്. നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ റോപ്പ് ക്ലൈംബ് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴത്തെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്കാർ കയറി പോകുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഏകദേശം ഒരു 700 മീറ്ററോളം ഉണ്ട് മുകളിലേക്ക്. നമുക്ക് ക്ലൈംബ് ചെയ്ത് കയറി പിടിച്ചുകൊണ്ടാണ് മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ അതാ നമ്മൾ കുറച്ച് ദൂരം കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്ത് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം. അതോടൊപ്പം തന്നെ നമുക്കൊരു റെസ്റ്റ് ഹൗസ് കൂടെ ഉണ്ട് കേട്ടോ അവിടെ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ആൾക്കാരെന്താണെങ്കിലും മകളിൽ പോയി തിരിച്ചിറങ്ങുമ്പോഴത്തേനും എന്താണെങ്കിലും തളർന്നു പോകും. അപ്പോൾ അതിനുവേണ്ടി കണക്കാക്കി അവർ ഇരിക്കുന്ന സ്ഥലത്തിന് കണക്കാക്കിയിട്ട് ഇവർ ഓരോ ട്രീ ഹട്ടുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതാ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ വരുന്ന ആൾക്കാർ നല്ല ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം വരിക. അതോടൊപ്പം തന്നെ രാവിലെയും വൈകിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരിക. എന്നാൽ മാത്രമേ നമുക്ക് വെയിൽ കുറവുണ്ടാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നല്ല പോലെ വെയിലുണ്ടാവും. നമുക്ക് കയറുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓക്കെ, ഈ കയറ് പിടിച്ചിട്ടാണ് നമ്മൾ കയറി പോകുന്നത്. ഓക്കെ, ഇത് കണ്ടില്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്ന കയറ് പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നത്.
അതാ ഈ കയറ് പിടിച്ച് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കയറും കാര്യങ്ങളിലൊക്കെ കൂടുതലും ട്രക്കിംഗ് സ്പോട്ടുകളിലുണ്ടാവും. പക്ഷേ ഈ കയറിന് ഈ കറക്റ്റ് കുത്തനെ താഴോട്ട് മാത്രമേ ഈ കയറ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കയറിൽ പിടിക്കണം. അത് തെന്നലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കയറിൽ പിടിച്ച് തന്നെ കയറാൻ പാടുള്ളൂ. പക്ഷേ നമ്മൾ സേഫായിട്ട് വളഞ്ഞ് ഈ പാറയിലൂടെ പോകുമ്പോൾ നമ്മളിപ്പോൾ ഇത് കാണുന്നില്ലേ, ഇതേപോലെ തന്നെ കുറച്ച് ചുറ്റി വളഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് അധികം കിതപ്പും കാര്യങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. നമുക്ക് ക്ഷീണം കുറയും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സേഫായിട്ട് ചുറ്റി വളഞ്ഞ് പോവുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കുറവായിരിക്കും, ഈ ദൂരം കൂടുതലായിരിക്കും. പക്ഷേ കുറച്ചധികം ദൂരം കൂടുതലായിരിക്കും. പക്ഷേ കുത്തനെ കയറാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ബെനിഫിറ്റ് നമുക്കുണ്ട്. കിതപ്പുണ്ടാവില്ല, ക്ഷീണം ഉണ്ടാവില്ല. ഇവരെ കണ്ടില്ലേ, ഇവർ നമ്മൾ പറയുന്ന പോലെയല്ല അവർ കയറി, കറക്റ്റ് കയറെ പിടിച്ചിട്ട് കുത്തനെ മുകളിലേക്ക് കയറിയിരിക്കും. അപ്പോൾ അതിൻ്റെ ക്ഷീണം അവർക്കുണ്ട്. അവരിതാ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. നമുക്ക് കുത്തനെ കയറുകയാണെങ്കിൽ കൂടി പോയാൽ 50 മീറ്റർ മാത്രമേ കുത്തനെ വൺ സൈഡ് ഒറ്റ കയറ്റം കയറാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് നമ്മളിതാ മുകളിൽ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിലല്ല, അതിനെ തൊട്ട് താഴത്തുള്ളൂ. അപ്പം ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ കയറുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പകുതിയോളം സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കാണുന്നുണ്ട് മനോഹരമായ രീതിയിലുള്ള ഒരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദൂരെ കാണുന്ന നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ കാരാപ്പുഴ ഡാമാണ്. ഈ കാണുന്നത്. ഓക്കെ, കാണുന്നില്ലേ, ഇതാണ് കാരാപ്പുഴ ഡാം. ഓക്കെ, അപ്പം നമ്മുടെ ചിങ്ങേരി മലയിൽ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ ഒരു ദൃശ്യമാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് പോയി നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. ഫ്രണ്ട്സ്, നമ്മൾ ചിങ്ങേരി മലയിലെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴോട്ട് നിന്ന് നമ്മുടെ ഫാൻറ്റൻ റോക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഇവിടുന്ന് ചിങ്ങേരി മലയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ഈ കാണുന്ന ഇത് കണ്ടില്ലേ, ആ കാണുന്നതാണ് നമ്മുടെ ഫാൻറ്റൻ റോക്ക്. ദൂരെ കാണുന്നില്ലേ, കാണിച്ചു തരാം. ദൂരെ ഈ കാണുന്നതാണ് നമ്മുടെ ഫാൻറ്റൻ റോക്ക്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണാത്ത ആൾക്കാർ അതും കൂടെയൊക്കെ ഒന്ന് പോയി കാണുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചീങ്ങേരി മലയിലെ വ്യൂ. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, രാവിലെയും വൈകുന്നേര സമയങ്ങളിലും മാത്രം ഇങ്ങോട്ട് വരിക. അല്ലെങ്കിൽ നല്ല വെയിലാണ്. ഇപ്പം തന്നെ ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട്, രാവിലെ 9 മണിയായിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലാണ്. ഓക്കെ, അപ്പോൾ ഒരു 9 മണീൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവിടെ കേട്ടോ നമ്മുടെ ചിങ്ങേരി മലയുടെ ട്രെക്കിങ് എൻഡ് ചെയ്യുന്ന അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോയി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പോകുന്നതാണ് നമ്മുടെ ചീങ്ങേരി മലയിലെ ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ്, അഥവാ എൻഡിങ് പോയിൻ്റാണ്. ഈ എൻഡിങ് പോയിൻറ്റിലേക്കാണ് നമ്മൾ ഈ പോകുന്നത്. അവർ ഇവിടെ നമ്മൾ ചീങ്ങേരി മല എന്ന് പറഞ്ഞ് ചീങ്ങേരി ഹിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലാഗും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പിലാണ് അപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഇവിടുന്ന് കാണുന്നതാണ് അതിമനോഹരമായ രീതിയിലുള്ള 360 ഡിഗ്രി ഒരു വ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫാൻറ്റൻ റോക്കാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിത് താഴോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കാരാപ്പുഴ ഡാം ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് കാരാപ്പുഴ ഡാം. അതുപോലെ തന്നെ കുറച്ചുകൂടെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ അമ്പലവയൽ ടൗണ് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതാണ് അമ്പലവയൽ ടൗണ്. ഓക്കെ, അപ്പോൾ മനോഹരമായ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ചീങ്ങേരി മലയിലെ ട്രെക്കിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.